ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഓൺലൈനായിട്ട് ലൂക്കയുടെ ഒരു അനുസ്മരണ പരിപാടിയിലേക്കാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ കഴിഞ്ഞ ജനുവരി 1 പത്മശ്രീ മണിലാൽ സാറ് നമ്മുടെ സസ്യശാസ്ത്ര രംഗത്തും കേരളത്തിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ നൽകിയിട്ടുള്ള മണിലാൽ സാറ് അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് പല രീതിയിൽ മാധ്യമങ്ങളിലുമെല്ലാം പ്രധാനമായിട്ട് ഹോർത്തൂസ് മലബാറിക്കസിന്റെ ഒരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് ഉയർത്തി കാണിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് വളരെ സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഏകദേശം തൻ്റെ ജീവിത സബരിയിലുടനീളം നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു മഹാമനീഷിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അപ്പം സാറിന്റെ ഈ ഒരു അനുസ്മരണ പരിപാടിയിലേക്ക് മണിലാൽ സാറുമായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള 2 മഹത് വ്യക്തികളെയാണ് നമ്മൾ ഈ ഒരു അനുസ്മരണ പരിപാടിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ ഇക്ബാൽ സാർ തന്നെയാണ്, ലൂക്കയുടെ എഡിറ്റോറിയൽ അംഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ പ്രസിഡന്റും. അതുപോലെ ഇക്ബാൽ സാറിനൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടോ എന്ന് തന്നെ ഒരു സംശയമാണ്. കാരണം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിരവധി കാലമായി ധൈഷണികമായ നിരവധി ഇടപെടലുകളുമായി നിറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പം ഹോർത്തൂസിന്റെ ഒരു പുനർനിർമ്മാണവും ബന്ധപ്പെട്ട് മണിലാൽ സാറുമായി പ്രവർത്തിക്കാനും ഇടപഴകാനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ഇക്ബാൽ സാറ്. ഒപ്പം മണിലാൽ സാറിന്റെ ശിഷ്യനും ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതുമായ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ ക്യൂറേറ്റർ കൂടിയായിട്ടുള്ള പ്രദീപ് സാറാണ് പിന്നീടുള്ളത്. അപ്പം അവർ രണ്ടുപേരുടെയും മണിലാൽ സാറുമായിട്ടുള്ള അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുവാനാണ് നമ്മൾ ഈ ഒരു രീതി, അവർക്ക് പറയാനുള്ളത് കേൾക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അപ്പം അധികം സമയം എടുക്കാതെ തന്നെ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യമായി നമുക്ക് ഇക്ബാൽ സാറിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇക്ബാൽ സാർ. പ്രിയമുള്ളവരെ, ഞാൻ മണിലാൽ സാറിനെ അവസാനമായി കാണുന്നത് കോവിഡ് കാലം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് 2019 ആദ്യകാലത്ത് കോഴിക്കോട് വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പൊ തന്നെ സാറിന് നല്ല സുഖമില്ലായിരുന്നു, സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ സാറന്ന് എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. സാറ് പറഞ്ഞത് ഹോർത്തൂസ് നമ്മുടെ പ്രസിദ്ധീകരിച്ചെങ്കിലും ഈ 12 വോളിയം എല്ലാവർക്കും വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ഒരു കമ്പൈനിങ് വോളിയം എന്നുള്ള രൂപത്തിൽ ഇംഗ്ലീഷിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പുസ്തകം എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ ഹോർത്തൂസ് മലബാറിക്കസ് പ്രവേശിക എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കുകയും അത് പിന്നീട് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് പരിഭാഷയും തയ്യാറാക്കി വെച്ചിട്ട് പിന്നീട് സാറിന് അസുഖം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് സാറ് മകളുടെ കൂടെ തൃശ്ശൂരാണ് താമസിച്ചത്. പിന്നീട് പലതവണ കാണാൻ ശ്രമിച്ചെങ്കിലും സാറിന് സന്ദർശകരെ സ്വീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടാണ് സാറിനെ എനിക്ക് കാണാൻ കഴിയാറുണ്ട്. എനിക്ക് ഒന്നുകൂടി സാറിനെ കാണാൻ കഴിയാത്തതിനുള്ള വിഷമം നിലനിൽക്കുമ്പോഴാണ് സാറിന്റെ ചരമവാർത്ത അറിഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ വിഷയത്തിലൊരു വിദഗ്ധനല്ലാത്ത എന്നെ പോലൊരാൾക്ക് വൈസ് ചാൻസലർ ആയിരുന്ന കാലത്ത്, എൻ്റെ വൈസ് ചാൻസലർ കാലത്ത് ഏറ്റവും മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത് സാറിനെ പരിചയപ്പെട്ടതും സാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞതുമാണ്. കാരണം സർവകലാശാലയിൽ ചേരുന്ന സമയത്ത് കേരള സർവകലാശാല അറിയപ്പെടുന്നത് ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വോള്യങ്ങളുള്ള ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രം കേരള സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉള്ളൂരുകാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, ചങ്ങനാശ്ശേരിക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് അതുപോലെ ഒരു വിശിഷ്ട ഗ്രന്ഥം പ്രസിദ്ധീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അപ്പോഴേ ഞാൻ പലയിടത്തു നിന്നായിട്ട് ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് കേട്ടിരുന്നു. അത് സാറ് പരിഭാഷപ്പെടുത്തി എന്നറിഞ്ഞ സാറിനെ കാണുകയാണ് ഉണ്ടായത്. സാറിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിരുന്നു. കാരണം സൈലന്റ് വാലി പ്രശ്നവുമായി ബന്ധപ്പെട്ട നടക്കുന്ന കാലത്താണ് ഞങ്ങളൊക്കെ പരിസരത്തേക്ക് വരുന്നത്. അക്കാലത്ത് സാറ് നടത്തിയ പഠനങ്ങള് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി തന്നെ വേണ്ടെന്ന് വെച്ചെന്ന് ഞാൻ കേട്ടു. പ്രൊഫസർ എം കെ പ്രസാദ് സാറിനെ പോലുള്ള ആളുകള് സാറിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഡോക്ടർ കെ സുഗതനാണ്, ഞങ്ങളുടെ കാർഡിയോളജി പ്രൊഫസർ. ഞാൻ 86-91 കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജോലി നോക്കുന്ന കാലത്ത് അവിടെ കാർഡിയോളജി പ്രൊഫസറായിരുന്നു സുഗത് സാർ. ഭാഷാ വിദഗ്ധൻ കൂടെയാണ് സാർ.
അപ്പൊ സാറ് ഇടയ്ക്കിടയ്ക്ക് മണിലാൽ സാറിന്റെ കാര്യം പറയുകയും നമുക്കൊന്ന് കാണണമെന്ന് പറയുകയൊക്കെ ചെയ്തെങ്കിലും എനിക്കപ്പോഴും സാറിന്റെ ഈ വളരെ വിപുലമായ സംഭാവനകളെ കുറിച്ചൊന്നും എനിക്ക് അത്ര വിവരം ഉണ്ടായിരുന്നു. സത്യത്തിലെ സൂദൻ സാറിനെ കുറിച്ച് സാറ് ഹോർത്തൂസ് മലബാർക്കൂസിന്റെ ആമുഖത്തിൽ അത് പരിഭാഷപ്പെടുത്താൻ തന്നെ സഹായിച്ച ഭാഷാ വിദഗ്ധരുടെ കൂട്ടത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത കാലത്താണ് ഞാനത് ശ്രദ്ധിച്ചത് തന്നെ. പക്ഷെ ഹോർത്തൂസിനെ കുറിച്ച് എൻ്റെ ഒരു ധാരണ ഈ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും അത് കേരള സംസ്കാരവും ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തോ ആണ് ഒരു പുസ്തകമാണെന്നാണ് ധരിച്ചിരുന്നത്. കാരണം മലയാള ഭാഷ ആദ്യമായിട്ട് അച്ചടിച്ച് അതിലാണ്. അതിനുശേഷം ഏതാണ്ട് 100 വർഷത്തിന് ശേഷമാണ് ബുക്കാനിന്റെ മലയാളത്തിലുള്ള ബൈബിള് ബോംബെയിൽ അച്ചടിക്കുന്നത്, മുരിയർ പ്രസിന്. അതുപോലെ കേരള സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നൊക്കെയാണ് എൻ്റെ ജ്യേഷ്ഠൻ, പ്രത്യേകിച്ചും അദ്ദേഹം ഒരു മലയാള പ്രൊഫസറായിരുന്നു, ഏറ്റവും ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന താമസം താരതമ്യ പഠന സംഘത്തിന്റെ മുഖ മാസികയുടെ താമസത്തിന്റെ കവർ ചിത്രമായിട്ട് ഒരിക്കലും ഈ ഹോർത്തൂസ് പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ട് സത്യത്തിൽ ഇതൊരു എന്തോ കേരള സംസ്കാരവും ഭാഷയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇംഗ്ലീഷിൽ എഴുതിയൊരു പുസ്തകമാണെന്ന് ഞാൻ ധരിച്ചിരുന്നത്. പിന്നീടാണ് കേരള സർവകലാശാല ലൈബ്രറിയിൽ ഇതിന്റെ 12 വോളിയം കണ്ടു. അത് ലാറ്റിൻ ഭാഷയിൽ എഴുതിയാണെന്ന് മനസ്സിലായി. കാരണം ഇത് തയ്യാറാക്കിയ വാൻഡ്രിയുടെ ലാറ്റിനിൽ പ്രസിദ്ധീകരിക്കാൻ കാരണം അന്ന് ഈ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ പ്രധാന പുസ്തകം എന്ന് പറയുന്നത് ഓപ്റ്റിക്സ്, ന്യൂട്ടന്റെ ഓപ്റ്റിക്സ് 1704 പ്രസിദ്ധീകരിക്കുന്നവരെ അതിനുമുമ്പ് ഒരു പുസ്തകം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ലാറ്റിൻ ഭാഷയിലാണ്, എങ്കിലേ അതിനൊരു അംഗീകാരം കിട്ടും. അപ്പൊ ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം സാറ് പലരുടെയും സഹായത്തോടു കൂടി ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തി എന്നറിഞ്ഞാൽ ഞാൻ സാറിനെ വീട്ടിൽ പോയി കാണുകയാണുണ്ടായത്. KN ഗണേഷാണ് സാറിന്റെ നമ്പറൊക്കെ എനിക്ക് തന്നത്. അപ്പൊ സാറിന് അവിടെ ചെന്നപ്പോ സാറിന് ആദ്യം അത്ര താല്പര്യം കാണിച്ചില്ല. കാരണം സാറിന്റെ അഭിപ്രായത്തില് ഇതൊരു സാർവദേശീയ നിലവാരമുള്ള പുസ്തകമായിട്ട് അച്ചടിക്കേണ്ടതാണ്. അതിനുള്ള കഴിവ് നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾക്കുണ്ടോ എന്ന കാര്യത്തിൽ സാറിന് സംശയമുണ്ടാകും. പക്ഷെ ഞാൻ സാറിനോട് പറഞ്ഞു, ഞങ്ങൾ ശ്രമിക്കാം, സാറിന്റെ സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. കേരള സർവകലാശാലയില് ഞാന് അവിടെ ചേർന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിൽ അവിടെയുള്ള പിന്നെ അധ്യാപകരും മറ്റും ഒക്കെ സഹകരിക്കുമെന്ന് പറഞ്ഞാണ് സാറിന്റെ സഹായത്തോടുകൂടി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. സെന്റ് ജോസഫ് പ്രസ്സിലാണ് അച്ചടിക്കുന്നത്. അന്ന് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി നേരിടുന്ന അവസരത്തിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതിന് ആദ്യകാലത്തൊക്കെ അതുകൊണ്ട് പലർക്കും ഒരു താല്പര്യക്കുറവുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ ഡച്ച് ഗവൺമെന്റിനെ ബന്ധപ്പെട്ടു പിന്നെ സാമ്പത്തിക സഹായം കിട്ടുമോ എന്നറിയാൻ. പക്ഷെ ഡച്ച് ഗവൺമെന്റ് അവരുടെ മോണിമെന്റ്സ്, അവർ ഭരിച്ച സ്ഥലങ്ങളിലുള്ള കെട്ടിടങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണമെങ്കിൽ പണം തരാം, പക്ഷെ പുസ്തകത്തിന് തരില്ല എന്ന ഒരു വിചിത്രമായ മറുപടിയാണ് എനിക്ക് സത്യത്തിൽ ലഭിച്ചത്. അത് ഡച്ച് ഗവൺമെന്റ് ഏറ്റവും വലിയ ഒരു സംഭാവന തന്നെയാണല്ലോ ഹോർത്തൂസ് മലബാർക്കൂസ്. പക്ഷെ ഏതായാലും ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിന്റെ ആമുഖത്തില് ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധിയെ കുറിച്ച് സാറ് വളരെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന ഡോക്ടർ പ്രദീപും മറ്റും സാറിന്റെ ഈ സസ്യശാസ്ത്രത്തിലുള്ള ഗവേഷണവും സംഭാവനകളെ കുറിച്ച് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം ഏതാണ്ട് 200ഓളം ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, 11 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, 4 ചെടികൾ സാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല സാറിന്റെ പ്രവർത്തനം. അതിന്റെ പ്രത്യേകിച്ച് സസ്യശാസ്ത്ര വർഗീകരണത്തിലാണ് സാറിന്റെ പ്രധാന സംഭാവന. അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സംഘടനകളെ രൂപീകരിച്ചത് സാറ് തന്നെയാണ്. അപ്പൊ അതിന് വളരെ മൗലികമായ സംഭാവന നൽകി. എനിക്ക് സാറിനെ ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് തോന്നി കണ്ടപ്പോൾ. കാരണം നമ്മൾ ഈ ഗവേഷണത്തെ കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോഴും ഒരാളെ ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ച ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യമായിട്ടും പറയാം. എന്തെല്ലാം പ്രതികൂല സാഹചര്യം ഉണ്ടായപ്പോഴും സഹകരണമില്ലാതെ വന്നപ്പോഴും ഒക്കെ പിടിച്ചു നിന്ന് ഈ സസ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഹോർത്തൂസ് പരിഭാഷപ്പെടുത്തുന്നതിലും ഒക്കെ സാർ കാണിച്ച ആ പ്രതിബദ്ധത നമ്മളെ അത്ഭുതപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം സർവകലാശാലയിലും മറ്റും വിദ്യാർത്ഥികളുടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പറയും, എല്ലാവരും ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ സാറിന്റെ വീട്ടിൽ പോയി സാറിനെ കാണണം എന്ന് ഞാൻ പലവണ ആവശ്യപ്പെട്ടു. അപ്പൊ എനിക്ക് സാറിന് അസുഖമായിപ്പോയി. അതാണ് സംഭവിച്ചത്. കാരണം അത് മാത്രമല്ല, ഇതിന്റെ ആംസ്റ്റർഡാമിൽ ഇപ്പോൾ ഇതിന്റെ ഒറിജിനൽ വർക്കൊക്കെ സാർ കാണുന്നുണ്ട് ഹോർത്തൂസ് മലബാർക്കൂസ്. അത് മാത്രമല്ല, വാൻഡ്രിയുടെ സൂററ്റിൽ വെച്ച അദ്ദേഹം കപ്പൽ യാത്രക്കിടയ്ക്കാണല്ലോ മരിക്കുന്നത്. വാൻഡ്രിയുടെ ബോംബെയില് തീരത്ത് വെച്ച് നടക്കുന്നത് സൂററ്റിലാണ്. സൂററ്റിൽ പോയി സാറിന്റെ ശവകുടീരം കണ്ട അപൂർവ ആളുകളിൽ ഒരാള് എനിക്ക് തോന്നുന്നത് അത് അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് സാറാണ്. അപ്പൊ അങ്ങനെ ഇത് നിരന്തരമായി പിന്തുടരുകയും ഇതിന്റെ ഒരു വലിയ ഖനിയാണെന്ന് പറയാം, വിജ്ഞാന ഖനിയാണ്
ഹോർത്തൂസ് മലബാറിക്കൂസ് അത് വേണ്ടത്ര കേരള സമൂഹം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള സാറിന് വലിയ ദുഃഖിതനായിരുന്നു സാർ. വളരെ വിഷമിച്ചാണ് സാറ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള അനുസ്മരണം നടത്തിയാൽ പോരാ, സാർ ആഗ്രഹിച്ച പോലെ വലിയ സാധ്യതകളുള്ള ഈ 12 വോള്യങ്ങളുള്ള ഈ പുസ്തക സമുച്ചയത്തിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഇനിയെങ്കിലും നമ്മൾ തുടക്കം കുറിക്കണം. ഇത് പ്രസിദ്ധീകരിച്ച് 2003 നമ്മൾ ഇംഗ്ലീഷിൽ ഇറക്കി, 2008 മലയാള പരിഭാഷയും പ്രസിദ്ധീകരിച്ചു. ഇതിനു മുമ്പ് സാർവദേശീയമായിട്ട് 2 വോള്യം ഡച്ച്, ഇംഗ്ലീഷിൽ 1 വോള്യമാണ് പ്രസിദ്ധീകരിച്ചത്. അതിനെക്കുറിച്ചും രസകരമായ തമാശയുണ്ട്. കാരണം അങ്ങനെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോഴും ഇതിന്റെ പ്രസാധകൻ മരണമടയുകയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് തർജ്ജമ ചെയ്താൽ എന്തോ പ്രസാധകന് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു തെറ്റിദ്ധാരണ തന്നെ യൂറോപ്പിൽ പടർന്നതായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് സാർ എന്നെ ഒരിക്കൽ കണ്ടപ്പോൾ തമാശയാ രൂപത്തിലാണെങ്കിൽ പോലും പറഞ്ഞു, അപ്പം പ്രസാധകൻ എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറാണ്, അതുകൊണ്ട് എന്തെങ്കിലും അസുഖമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാനതുകൊണ്ട് ഡോക്ടറുടെ വിശ്വാസി അല്ലെങ്കിലും ഞാൻ ചില ചടങ്ങുകളൊക്കെ നടത്തുന്നുണ്ട് തമാശയ്ക്കായിട്ട് സാർ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഏതായാലും അത് പ്രസിദ്ധീകരിച്ചു. അതിന് ഒത്തിരി തലങ്ങളിൽ അതിന്റെ ഗവേഷണ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ളതാണ്. കേരളത്തിലെ നിലനിന്ന രോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ടി അച്യുതൻ എന്ന വൈദ്യന്റെ സഹായം അതിനുണ്ടായി. ഏറ്റവും പ്രധാന സംഭാവന നൽകിയത് ഇ ടി അച്യുതനാണ്. പിന്നെ ഫാദർ മാത്യൂസിന്റെ സഹായം ഉണ്ടായി, കൊങ്ങിണി വൈദ്യന്മാരുടെ സഹായം ഇതിനുണ്ടായി. അപ്പൊ ആ കാലഘട്ടത്തില് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഔഷധ സസ്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്താവുന്ന ചികിത്സയെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ ഈ പുസ്തകത്തിൽ സൂചനകളാണ്. ഒരു ലീഡ് കിട്ടും. ആ ലീഡിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി കേരളം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരളം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മിക്കതും, പ്രത്യേകിച്ച് ജീവിത രീതി രോഗങ്ങൾ എന്ന് പറയുന്ന ദീർഘസ്ഥായി രോഗങ്ങൾ, പ്രമേഹം, രക്താതിമർദ്ദം ഒക്കെ സാർവദേശീയ പ്രസക്തമായിട്ടുള്ള രോഗങ്ങളാണ്. അപ്പൊ അത്തരം രോഗങ്ങളെ സംബന്ധിച്ച് ഗവേഷണം നടത്തി ഒരു ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ വലിയ ഒരു മുന്നേറ്റമായിരിക്കും കേരളത്തിൽ സംഭവിക്കുക, സാമ്പത്തികമായി തന്നെ. ഞാൻ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്ന പറയുമ്പോൾ പല ആളുകളും പുച്ഛിക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ പറയുകയാണ്, ഒരു മരുന്ന് ഇപ്പൊ പ്രമേഹത്തിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അത് സംഭവിച്ചു. കാരണം ചൈനയില് ഈ മലേറിയ അന്നത്തെ നിലവിലുള്ള മരുന്നുകളോടൊക്കെ പ്രതിരോധശേഷിയുള്ള മലേറിയ വന്നപ്പോ ഹോച്ചിമിൻ ഒരിക്കല് ചൈനയിൽ പോയപ്പോ അദ്ദേഹം ചൗവല്ലായോട് വിവരം പറഞ്ഞു. 1967 ഈ വിയറ്റ്നാം യുദ്ധത്തിന്റെ കാലത്ത്, നിങ്ങളുടെ നാട്ടിൽ ഒത്തിരി ഔഷധ സസ്യങ്ങളുണ്ടല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഗവേഷണം നടത്തി ഒരു മരുന്ന് കണ്ടുപിടിക്കണം. ഈ മലേറിയ ഉള്ള കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വരുന്ന യുദ്ധത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പോ ചൗവല്ലായി തിരിച്ചു പോയ ഒരു പ്രോജക്റ്റ് തന്നെ അതിന് വേണ്ടി ഉണ്ടാക്കി. പിന്നെ 1981 അവിടെ ഉണ്ടായിരുന്ന കെമിസ്റ്റ്, ഒരു ഫാർമസ്യൂട്ടിക്കൽ കെമിസ്റ്റാണ്, ഒരു വനിത, വന്യ വയോധിക എന്ന് പറയാം. അവര് ഒരു മരുന്ന് കണ്ടുപിടിച്ചു, ആർട്ടിമിസിൻ. അത് ഉപയോഗിച്ചാണ് മലേറിയ അവിടെ ചികിത്സിച്ചത്. അത് അവർക്ക് 2015 85ാമത്തെ വയസ്സിൽ നോബൽ സമ്മാനം കിട്ടി. അവരിപ്പോഴും ജീവിച്ചിട്ടുണ്ട്, 95 വയസ്സായി. അപ്പൊ അങ്ങനെ ചെയ്യാമെങ്കിൽ കേരളത്തിലും അതിനുള്ള സാധ്യതയുണ്ട്. നമുക്കാണ് ഗവേഷണ സ്ഥാപനങ്ങൾ നിരവധിയുണ്ട്. കാർഷിക സർവകലാശാല തന്നെയുണ്ട്, ആരോഗ്യ സർവകലാശാലയുണ്ട്, TBGRA ഉണ്ട്, രാജീവ് ഗാന്ധി സെന്റർ ഓഫ് ബയോടെക്നോളജി ഉണ്ട്. എല്ലാ അനുകൂല സാഹചര്യങ്ങളും കേരളത്തിൽ. അതുപോലെ ഭാഷ ഗവേഷണത്തിൽ ഒത്തിരി സാധ്യതയുണ്ട്. ഇ ടി അച്യുതന്റെ ഓതന്റിക്കേഷൻ കോലെഴുത്തിലും അതുപോലെ കാർണിയോർ എന്ന് പറയുന്ന അവരുടെ ദ്വിഭാഷിയുടെ ആര്യയെഴുത്തിലുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഈ കൊങ്ങിണി വൈദ്യന്മാരുടെ കൊങ്ങിണി ഭാഷയിലുള്ള ഓതന്റിക്കേഷൻ. പിന്നെ എല്ലാ ചെടികളുടെയും പേര് 4 ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത്: മലയാളം, അറബി, കൊങ്ങിണി, നാഗരി ലിപികളിലാണ്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് ഈ ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററിയെ കുറിച്ച് വലിയ പഠനത്തിന് ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അധിനിവേശ ചരിത്രം. അതിനേക്കാൾ ഉപരിയായി സാറ് തന്റെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇന്നിപ്പം ഇന്ത്യ പോലുള്ള ഔഷധ സസ്യങ്ങളുടെയൊക്കെ കലവറകളായ രാജ്യങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം അതിന്റെ ബയോപൈറസിയാണ്, ജൈവ ചോരണം. ഇത്തരം സസ്യങ്ങൾ ഉപയോഗിച്ച് മരുന്നുകൾ ഉത്പാദിപ്പിച്ചത് പേറ്റന്റ് ചെയ്ത് വലിയ വിലയ്ക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ കൊണ്ട് വിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷെ പേറ്റന്റ് വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാമെങ്കിൽ, പ്രയർ നോളജ് എന്നാണ് പറയുന്നത്, അത് അറിയാമെന്ന് നമ്മൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ, WTOയുടെ കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ, അവർക്ക് അതിനെ പേറ്റന്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനുള്ള സാധ്യത ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഒരു വകുപ്പ്. ഇത് സാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാറിന്റെ പ്രബന്ധത്തിൽ. മാത്രമല്ല, ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ ഔഷധ ചെടികൾക്ക് പുറമെ ഇതിന്റെ ഓരോന്നിനെ ആമുഖം കൃത്യമായിട്ട് എടുത്ത് വായിക്കണം, അത് പ്രത്യേകം പ്രസിദ്ധീകരിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. വാൻഡ്രിയുടെ അന്നത്തെ കേരള അവസ്ഥയെക്കുറിച്ച് അവിടുത്തെ രാജാക്കന്മാരും നാട്ടുരാജാക്കന്മാർ, പ്രത്യേകിച്ച് കേരളവർമ്മയായിട്ടുള്ള ബന്ധം, അന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന സാമൂഹ്യമായ അസമത്വങ്ങൾ ഉണ്ടാക്കുന്ന വിജ്ഞാനങ്ങളുടെ കുത്തക ചിലരിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന സാമൂഹ്യ
ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സാധ്യതകൾ, സസ്യശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഭാഷാശാസ്ത്രം, അച്ചടിയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു അത്ഭുതമാണ് ഈ പുസ്തകം. അന്ന് എങ്ങനെ ഇത് പ്രസിദ്ധീകരിച്ചു എന്നുള്ള ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി ഗവേഷണ സാധ്യതയുള്ള ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ഗവേഷണം നടത്താൻ ഉള്ള ഒരു കടമ, ചുമതല സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിലുണ്ട്. അതിനുവേണ്ടി ഉള്ള ശ്രമം നമുക്ക് ആരംഭിക്കണം, നടത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഞാൻ കണ്ടെത്തി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും മഹത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു. സാറിനെ പരിചയപ്പെടുത്തപ്പെടാൻ കഴിഞ്ഞത് സാറുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഏതാനും വർഷം, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലാണ്, എന്നാൽ പോലും ഇങ്ങനെ ഒരു വലിയ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിൽ പങ്കുചേരാൻ, ഒരു എളിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അധികം സന്തോഷമുണ്ട്. സാറിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുകയാണ്. താങ്ക് യു ഇക്ബാൽ സർ. സാറ് അവസാനത്തെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ആളുകൾക്ക് എന്തെങ്കിലും സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇക്ബാൽ സാർ. അടുത്തതായി നമ്മൾ മണിലാൽ സാറിന്റെ കൂടെ ഏറെക്കാലം അദ്ദേഹത്തിന്റെ സസ്യശാസ്ത്ര ഗവേഷണ പരിപാടികളിൽ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കോഴിക്കോട് സർവകലാശാലയിലെ മുൻ പ്രൊഫസറും അതുപോലെ കാലി ഹെർബേറിയത്തിന്റെ ക്യൂറേറ്ററുമായിട്ടുള്ള കെ പ്രദീപ് സാറാണ്. സാറ് തീർച്ചയായും ദീർഘകാലത്തോളം സസ്യ വർഗീകരണ രംഗത്തും അതുപോലെ സസ്യ സംരക്ഷണ രംഗത്തുമായി പ്രവർത്തിച്ചിട്ട് ഉള്ളതാണ്. നിരവധി പുതിയ സസ്യ വിഭാഗങ്ങളെ ശാസ്ത്രത്തിന് പരിചയപ്പെടുത്തുകയും ഏകദേശം 5ഓളം സ്പീഷീസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം സാറിനെയും തന്റെ മണിലാൽ സാറുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. പ്രദീപ് സാർ. പ്രിയമുള്ളവരെ, ഞാൻ പ്രൊഫസർ മണിലാലിനെ ആദ്യമായി കാണുന്നത് 1984 കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ബോട്ടണിക്ക് ചേർന്ന അവസരത്തിലാണ്, PG ചെയ്യാൻ വേണ്ടി. 84 മുതൽ അദ്ദേഹം 99 വരെ ഞാൻ അവിടെ അദ്ദേഹം പിരിയുന്നത് വരെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷവും മരണം വരെയും അദ്ദേഹവുമായുള്ള ബന്ധം തുടർന്ന് പോന്നിരുന്നു. അദ്ദേഹം കാട്ടുങ്ങൽ സുബ്രഹ്മണ്യന്റെയും ദേവകിയുടെയും മകനായി 1935 സെപ്റ്റംബർ 17 എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്ത് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം എറണാകുളത്തും കൊടുങ്ങല്ലൂരുമായി പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം സസ്യശാസ്ത്രത്തിൽ ബിരുദം എടുക്കാനായി എറണാകുളം മഹാരാജാസ് കോളേജിൽ ചേർന്നു. മഹാരാജാസ് കോളേജിൽ നിന്നും സസ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് സാഗർ അവിടെ ഉപരിപഠനത്തിന് ചേരുകയാണ് ഉണ്ടായത്. അവിടെ നിന്ന് MSc പൂർത്തിയാക്കി അദ്ദേഹം അവിടെ തന്നെ പ്രൊഫസർ YD ത്യാഗിയുടെ കീഴിൽ, പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ YD ത്യാഗിയുടെ കീഴിൽ അദ്ദേഹം ഗവേഷണം തുടങ്ങി. അദ്ദേഹത്തിന്റെ ആദ്യകാല ഗവേഷണങ്ങൾ ഒന്നും ഹോർട്ടസ് മലബാറിക്കസുമായി ഹോർട്ടസ് മലബാറിക്കസിനെ കുറിച്ച് അതിനു മുമ്പ് അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ആയിരുന്നില്ല. അദ്ദേഹം ഫ്ലോറൽ അനാട്ടമി, പ്രത്യേകിച്ച് പ്രൊഫസർ YD ത്യാഗിയുടെ അദ്ദേഹം ആ ഒരു ഏരിയയിൽ വളരെയധികം പേപ്പറുകൾ പബ്ലിഷ് ചെയ്യുകയും അതിൽ ഒരുപാട് വർക്ക് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ആസ്റ്ററേസി എന്ന് പറയുന്ന സസ്യകുടുംബത്തിൽ, അതായത് സൂര്യകാന്തിയൊക്കെ ഉൾപ്പെടുന്ന ഒരു സസ്യകുടുംബത്തിലെ ചില ജനുസുകളുടെ ഫ്ലോറൽ അനാറ്റമിയും ഫ്ലോറൽ മോർഫോളജിയും ഒക്കെ ആയിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. അദ്ദേഹം 1963 അദ്ദേഹത്തിന് സാഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ലഭിച്ചു. അതിനിടെ MSc പഠനകാലത്ത് അദ്ദേഹം ഒരു പഠനയാത്രയുടെ ഭാഗമായി ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുവാനിടയായി. അവിടെ വെച്ചാണ് ആദ്യമായി അവിടെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറിയിൽ ഹോർട്ടസ് മലബാറിക്കസിന്റെ കോപ്പി അദ്ദേഹം ആദ്യമായി കാണുന്നത്. അവിടെ 1-2 ദിവസം അദ്ദേഹം ചെലവഴിച്ച് അതിൽ 12 വോളിയവും പരിശോധിച്ച് അതിലെ മലയാളം പേരുകൾ അന്ന് അദ്ദേഹം കുറിച്ചെടുത്തിരുന്നു. അത് MSc പഠനകാലത്താണ്. പിന്നീട് PhD എല്ലാം കഴിഞ്ഞ് അദ്ദേഹം അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പക്ഷേ കാലിക്കറ്റിൽ വരുന്നത് 64 64 അന്ന് കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു. 68 കാലിക്കറ്റ് സർവകലാശാല വന്നത് മുതൽ അദ്ദേഹം 99 വരെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റീഡറായും പ്രൊഫസറായും വകുപ്പ് മേധാവിയായും ഒക്കെ ജോലി ചെയ്തു.
തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കാലിക്കറ്റിൽ വന്ന ശേഷമുള്ള ആദ്യകാലത്തൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തത് പ്രധാനമായും ഫ്ലോറൽ അനാറ്റമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. കേവപ്പാറയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടർ സി രേണുക, ഡോക്ടർ മുത്തേഷ് കുമാർ, ഇവരെല്ലാം തന്നെ പ്രൊഫസർ മണിലാലിന്റെ കീഴിൽ ഗവേഷണം നടത്തിയവരെല്ലാവരും തന്നെയും രേണുക മാഡം ചെയ്തിരിക്കുന്നത് പാംസിന്റെ ഫ്ലോറൽ അനാറ്റമിയാണ് എങ്കിൽ മുകേഷ് കുമാർ പ്രധാനമായും ഓർക്കിഡ്സിന്റെ ഫ്ലോറൽ അനാറ്റമിയും, അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലോറൽ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് തുടക്കത്തിൽ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയതെങ്കിലും ഹോർട്ടസ് മലബാറിക്കസിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം അദ്ദേഹം അതേസമയം സമാന്തരമായി തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ അദ്ദേഹം വന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും പരിസര പ്രദേശത്തുമുള്ള ചെടികളെ തിരിച്ചറിയാൻ അന്നും ഗാംബിളിന്റെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗാംബിളിന്റെ ഗ്രന്ഥമാണ് എല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ചുറ്റുമുള്ള ചെടികളെ വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാനുള്ള ലോക്കൽ ഫ്ലോറകളൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല. ആ ഇടക്കാണ് അദ്ദേഹം ഒരു ലോക്കൽ ഫ്ലോറ പബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒന്ന് മനസ്സിൽ കൊണ്ടു നടന്നിരുന്നു. ഒപ്പം ഹോർട്ടസ് മലബാറിക്കസിനെ കുറിച്ചുള്ള അന്വേഷണവും അദ്ദേഹം തുടർന്ന് കൊണ്ടുപോയി. ആ ഇടക്കാണ് പ്രൊഫസർ ശിവരാജൻ 1976 അദ്ദേഹത്തിന്റെ കീഴിൽ ഗവേഷണത്തിനായി വരുന്നത്. പ്രൊഫസർ ശിവരാജൻ കാലിക്കറ്റ് മലപ്പുറത്തിന്റെയും ചില പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഏരിയ 600 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ സസ്യങ്ങളെയും പഠനവിധേയമാക്കി പ്രൊഫസർ മണിലാലിന്റെ കീഴിൽ. അത് ഫ്ലോറ ഓഫ് കാലിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം 1988 പ്രസിദ്ധീകരിച്ചു. അതിനിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു ചെക്ക് ലിസ്റ്റും പ്രൊഫസർ മണിലാൽ സാർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഹോർട്ടസ് മലബാറിക്കസിനെ കുറിച്ചുള്ള പ്രധാനമായും അന്ന് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് വർക്ക് ഡോക്ടർ CR സുരേഷ് അദ്ദേഹം ഒരു UGCയുടെ ധനസഹായത്തോടു കൂടി ഹോർട്ടസ് മലബാറിക്കസിലെ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു പുനരന്വേഷണത്തിന് ചെറിയൊരു ധനസഹായം UGCയിൽ നിന്ന് ലഭിച്ചു. അതിന്റെ ഭാഗമായി ഡോക്ടർ CR സുരേഷ് എറണാകുളം ചെറായി സ്വദേശിയായ സുരേഷ് അദ്ദേഹത്തിന്റെ കീഴിൽ ജോയിൻ ചെയ്യുകയും അദ്ദേഹം വളരെ ഗഹനമായ പഠനങ്ങൾ നടത്തുകയും ചെയ്തു. അതിൽ പ്രധാനമായും എനിക്ക് തോന്നുന്നു പ്രൊഫസർ മണിലാൽ 2 വിധത്തിലാണ് ഹോർട്ടസ് മലബാറിക്കസിനെ നോക്കി കണ്ടത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒന്ന് അതിന്റെ സസ്യശാസ്ത്രവശം. അത് ഹോർട്ടസ് മലബാറിക്കസിൽ കൊടുത്തിരിക്കുന്ന ലാറ്റിനിൽ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ വിവരണങ്ങളും അതിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും അതിൽ എവിടെ നിന്ന് ശേഖരിച്ചു എന്ന് പറയുന്ന സ്ഥലങ്ങളും അന്വേഷിച്ച് അതിന് ഏറ്റവും യോജിക്കുന്ന സസ്യം കണ്ടെത്തുക. അന്ന് ഹോർട്ടസ് മലബാറിക്കസിൽ കൊടുത്തിരിക്കുന്ന മലയാളം പേരുകൾ ഒന്നും പലതും നിലവിലുണ്ടായിരുന്നില്ല. ഈ കാലത്തെ അന്വേഷണത്തിനിടയിൽ അതിൽ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളും ചിത്രങ്ങളുമായി മാച്ച് ചെയ്യുന്ന സസ്യങ്ങളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു സുരേഷ് അന്ന് മല്ലാക്കാറിന്റെ കീഴിൽ ചെയ്തിരുന്നത്. ഏകദേശം 9 വർഷത്തോളം എടുത്തു അതിൽ പറയുന്ന സസ്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി. അദ്ദേഹം ഒന്നൊഴിച്ച് 4ാം വോളിയത്തിൽ പറയുന്ന ചെമ്പാനി എന്ന് പറയുന്ന സസ്യം ഒഴിച്ച് ബാക്കിയെല്ലാം അദ്ദേഹം അതിൽ നിന്നും കണ്ടെടുത്തു. ഈ ഹോർട്ടസ് മലബാറിക്കസിൽ 679 സസ്യങ്ങളെ കുറിച്ച് അതിൽ ഒരെണ്ണം ഒഴിച്ച് ചെന്താനി ഒഴിച്ച് ബാക്കിയെല്ലാം ബൊട്ടാനിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹോർട്ടസ് മലബാറിക്കസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സസ്യങ്ങളുടെയും ഒന്നൊഴിച്ച് മുഴുവൻ ബാക്കി എല്ലാ സസ്യങ്ങളുടെയും മാതൃകകൾ അതിന് ഇന്റർപ്രിറ്റേഷൻ ഉപയോഗിച്ച ചെടികൾ സർവകലാശാലയുടെ ഹെർബേറിയത്തിൽ ഇപ്പോഴും ലഭ്യമാണ്. പിന്നെ അദ്ദേഹം ഈ ഹോർട്ടസ് മലബാറിക്കസിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഇതിന്റെ ഒരു കോപ്പി അന്ന് ലഭ്യമായിരുന്നില്ല. അത് പല വിധത്തിലും അന്വേഷിച്ചിട്ട് അവസാനം തികച്ചും യാദൃശ്ചികമായി അദ്ദേഹം ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി വരാന്തയിൽ ഏതാനും പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന ഇടയിൽ നിന്നാണ് ഈ 12 വോളിയം ആദ്യമായി കണ്ടെടുക്കുന്നത്. അന്ന് പക്ഷേ എന്നാലും കോപ്പി ലഭ്യമായിരുന്നില്ല. ഫോട്ടോ കോപ്പി എടുക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതിൽ മുഴുവൻ പേജും 12 വോളിയത്തിന്റെ മുഴുവൻ പേജും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉപയോഗിച്ച് ഫോട്ടോഗ്രാഫിക് പേപ്പറിൽ പ്രിന്റ് എടുത്തിട്ടാണ് ആദ്യം A4 സൈസിൽ പ്രിന്റ് എടുത്തിട്ടായി ഏകദേശം 250 റോൾ ഫിലിം അതിനു വേണ്ടി ചെലവാക്കി. എനിക്ക് തോന്നുന്നു UGC അന്ന് തന്ന ഗ്രാന്റ് അതിന് പോലും തികഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
അങ്ങനെയാണ് ആ പുസ്തകത്തിന്റെ ആദ്യം ഒരു കോപ്പി അത് ഇന്നും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ വർക്ക് ആദ്യമായിട്ട് അവിടെ തുടങ്ങുന്നത്. പിന്നീട് ഇതിന്റെ ഒരു റീപ്രിന്റ് എഡിഷൻ വന്നതിന് ശേഷം ബിഷൻ സിംഗ് മഹേന്ദ്രപാൽ സിംഗ് ഇന്ത്യൻ എഡിഷൻ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു കോപ്പി അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഗജേന്ദ്ര സിംഗ് ഗെഹ്ലോട്ട് മണിലാൽ സാറിന്റെ ആവശ്യപ്രകാരം ബൈൻഡ് ചെയ്യാത്ത ഒരു കോപ്പി അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റായിട്ട് സമ്മാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ അതേ സസ്യശാസ്ത്ര വശം പ്രധാനമായും ഡോക്ടർ സിയാ സുരേഷിന്റെ നേതൃത്വത്തിൽ മണിലാൽ സാറിന്റെ ഗൈഡൻസിൽ ഡോക്ടർ സിയാ സുരേഷ് നിർവഹിച്ചു. പക്ഷേ ഇതിന്റെ രണ്ടാമത്തെ വശം ചരിത്രപരവും അതുപോലെ അന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക ഘടകങ്ങളൊക്കെ ചേർന്ന് കൂട്ടുപണിഞ്ഞ് കിടന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിസങ്കീർണമായിട്ടുള്ള ആ ഒരു ഘടകത്തെ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടും അതേപോലെ വളരെ ക്ഷമയോടും കൂടി ഇഴപിരിച്ചെടുത്ത് പരിശോധിച്ചതായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ഹോർട്ടസ് മലബാറിക്സിനെ കുറിച്ചുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ 200ഓളം ഗവേഷണ പേപ്പറുകളിൽ ഏകദേശം 90ഉം ഹോർട്ടസ് മലബാറിക്കസിനെ സംബന്ധിച്ചതായിരുന്നു എന്ന് കാണാം. 17 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതിൽ 5ഉം ഹോർട്ടസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം ഹോർട്ടസ് മലബാറിക്കസിനെ കുറിച്ചുള്ള ബോട്ടണി ആൻഡ് ഹിസ്റ്ററി ഓഫ് ഹോർട്ടസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം ഒരു ഉദാഹരണമാണ്. പിന്നീടാണ് ആൻ ഇന്റർപ്രിറ്റേഷൻ ഓഫ് വാൻ റീഡ്സ് ഹോർട്ടസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം 1988 പ്രസിദ്ധീകരിക്കുന്നത്. അത് സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഡോക്ടർ ഡാനിഷ് നിക്കോൾസണും CR സുരേഷും പ്രൊഫസർ മണിലാലും കൂടി പുറത്ത് കൊണ്ടുവന്നു. അതായത് ഈ ഹോർട്ടസ് മലബാറിക്കസിലെ മുഴുവൻ സസ്യങ്ങളെയും അദ്ദേഹം ഇതിൽ ബൊട്ടാണിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അതിനെ ആധുനിക സസ്യ നാമകരണ നിയമാവലി അനുസരിച്ച് ഇതിനെ നാമകരണം ചെയ്യുകയും അതേപോലെ ഇതിന്റെ വിവരണങ്ങൾ കൊടുക്കുകയൊക്കെ അതിന്റെ കൂടെ ചെയ്തു. ഇതിന്റെ എല്ലാ വൗച്ചർ സ്പെസിമെൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയത്തിൽ ലഭ്യമാണ്. പിന്നീട് 70കളുടെ അവസാന കാലഘട്ടത്തിന് 80കളുടെ തുടക്കത്തിലും കേരളത്തിൽ സൈലന്റ് വാലി വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഈ പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ചർച്ചകൾ, വിവാദഗതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം സൈലന്റ് വാലി ഫ്ലോറ പ്രോജക്റ്റ് തുടങ്ങുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ധനസഹായത്തോടു കൂടിയാണ് ആ പ്രവർത്തനം തുടങ്ങിയത്. സൈലന്റ് വാലിയിലെ സസ്യസമ്പത്തിനെ കുറിച്ച് ഒരു പഠന റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു ഉദ്ദേശം. ഈ പഠന സമയത്ത് സൈലന്റ് വാലിയിൽ നിന്നും 7ഓളം പുതിയ സസ്യങ്ങളെ കണ്ടെത്തി. നിരവധി സസ്യങ്ങളെ വംശനാശം വന്നു എന്ന് കരുതിയിരുന്ന മലബാർ ഡാഫോഡിൽ ഓർക്കിഡ്, ഇപ്സിയ മലബാറിക്ക എന്ന് പറയുന്ന സസ്യത്തെയൊക്കെ അവിടെ നിന്ന് കണ്ടെത്തി. 140 വർഷത്തെ വിസ്മൃതിക്ക് ശേഷം ആ സസ്യം സൈലന്റ് വാലിയിൽ നിന്നും കണ്ടെത്തി. കൂടാതെ 7ഓളം സസ്യങ്ങളെ പുതുതായി സൈലന്റ് വാലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 966 ഇനങ്ങളെ കുറിച്ച് ആ 3 വർഷം 81 മുതൽ 84 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പഠന സംഘം അവിടെ നിന്നും കണ്ടെത്തി. അപ്പോൾ ഇതെല്ലാം ഫ്ലോർ ഓഫ് സൈലന്റ് വാലി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. സൈലന്റ് വാലി സംരക്ഷിക്കുന്നതിന് പ്രധാന ഒരു ഘടകമായി മാറി അദ്ദേഹത്തിന്റെ ഈ പഠന റിപ്പോർട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഡോക്ടർ മണിലാൽ സാറിനെ കുറിച്ച് ആദരിച്ചുകൊണ്ട് ധാരാളം സസ്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ നാമകരണം നൽകിയിട്ടുണ്ട്. അരുണ്ടിന മണിലാലിയാന, ലിൻഡർണിയ മണിലാലിയാന, ഫിംബ്രിസ്റ്റൈലിസ് മണിലാലിയാന എന്ന് തുടങ്ങി 7ഓളം സസ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകി ആദരിച്ചിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ 84 മുതൽ അദ്ദേഹത്തെ പരിചയമുണ്ടെങ്കിലും അദ്ദേഹവുമായി കൂടുതൽ അടുക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റുഡൻ്റായ ഡോക്ടർ ശിവരാജന്റെ ഒരു സ്റ്റുഡൻ്റായി അവിടെ ഗവേഷണത്തിന് ചേരുന്ന സമയത്തായിരുന്നു. അദ്ദേഹം പ്രൊഫസർ മണിലാൽ എന്ന് പറയുന്നത് വളരെ മിതഭാഷിയാണ്, വളരെ ശാന്തനായി സദാസമയം ഗഹനമായ പഠനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അത് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹം, നമ്മൾ എന്ത് അങ്ങോട്ട് പറഞ്ഞാൽ വളരെ കുറച്ച് 1-2 വാക്കുകളിൽ അദ്ദേഹത്തിന്റെ മറുപടി പലപ്പോഴും ഒതുങ്ങും. അങ്ങനെയായിരുന്നു അദ്ദേഹം എപ്പോഴും വളരെ ശബ്ദം വളരെ
ശബ്ദം കുറച്ച് മാത്രമേ താഴ്ന്ന ശബ്ദത്തിൽ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു മികച്ച സംഘാടകൻ കൂടിയാണ് എന്ന് പറയാം. പിന്നീട് അദ്ദേഹവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നമ്മൾ 1990 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ്പേം ടാക്സോണമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അന്ന് ഞാനൊരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. ഇന്ത്യയിലെ സപുഷ്പി സസ്യ വർഗീകരണ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നേതൃനിര അവരെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. അന്ന് 100-ൽ താഴെ മെമ്പർമാരുള്ള സംഘടന ഇന്ന് 1000-ഓളം മെമ്പർമാരുള്ള ഒരു വലിയ സംഘടനയായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഒഫീഷ്യൽ ജേണലായിട്ടുള്ള റീഡിയ, അതിനും വാൻ റീഡിന്റെ പേര് തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്. റീഡിയ എന്ന് പറയുന്ന അന്തർദേശീയ ജേണൽ, അദ്ദേഹം മരിക്കുന്നത് വരെയും അതിന്റെ ചീഫ് എഡിറ്ററായിരുന്നു. അതിന്റെ സ്ഥാപക പ്രസിഡന്റും ഒക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ 95-ൽ അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് കൂടിയായ ഡോക്ടർ വി വി ശിവരാജ്, എന്റെ ഗൈഡും കൂടിയായ ഡോക്ടർ വി വി ശിവരാജന്റെ അകാലത്തിലുള്ള നിര്യാണം പൊതുവെ എല്ലാവരെയും, ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരെയും എന്ന പോലെ അദ്ദേഹത്തെയും വല്ലാതെ തളർത്തി എന്ന് പറയാം. പക്ഷെ തുടർന്ന് ക്രമേണ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരൊക്കെ ഈ പ്രവർത്തനം ഏറ്റെടുത്തു. അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങൾ ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതായി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം 1981-ൽ ഒരു ഓൾ ഇന്ത്യ ബൊട്ടാണിക്കൽ കോൺഗ്രസ് അന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ അത് സംഘടിപ്പിച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ തേടി നിരവധി അവാർഡുകൾ തേടിയെത്തിയിട്ടുണ്ട്. 1971-ൽ റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ ലുഫീൽഡ് ഫൗണ്ടേഷൻ ഫെലോഷിപ്പിന് അദ്ദേഹം അർഹനായിരുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഗവേഷണം നടത്തുവാനായുള്ള ഒരു ഫെലോഷിപ്പ് ലഭിച്ചിരുന്നു. 87-ൽ സ്മിത്സോണിയൻ വിസിറ്റിംഗ് സയന്റിസ്റ്റ് ഫെലോഷിപ്പ് ലഭിച്ചു. 88-ൽ ഫെലോഷിപ്പ് ഓഫ് നെതർലാൻഡ്സ് ഗവൺമെന്റിന്റെ ഒരു ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. 91-ൽ വിശ്വംഭർ പുരി ഗോൾഡ് മെഡൽ, ഇന്ത്യൻ ബൊട്ടാണിക്കൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ വിശ്വംഭർ പുരി ഗോൾഡ് മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചു. 98-ൽ പ്രൊഫസർ വൈ ഡി ത്യാഗി മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചു. അത് പ്രൊഫസർ വൈ ഡി ത്യാഗി എന്ന അദ്ദേഹത്തിന്റെ ഗൈഡിന്റെ പേരിൽ തന്നെയുള്ള ഒരു മെഡലാണ് അദ്ദേഹത്തിന് 98-ൽ ലഭിച്ചത്. 2003-ൽ പ്രൊഫസർ ഇ കെ ജാനകി അമ്മാൾ അവാർഡ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റൽ ഫോറസ്റ്റ് ഏർപ്പെടുത്തിയ ഇ കെ ജാനകി അമ്മാൾ അവാർഡിന് അദ്ദേഹം അർഹനായി. 2012 മെയ് 1-നാണ് നെതർലൻഡ് സർക്കാരിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരം ആയ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നെസ്സോ എന്ന് പറയുന്ന നെതർലാൻഡ്സ് രാജ്ഞിയുടെ ശുപാർശ പ്രകാരം, ബിയാട്രിക്സിന്റെ ശുപാർശ പ്രകാരം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അത് ലഭിച്ച ഏക ഏഷ്യക്കാരൻ പ്രൊഫസർ മണിലാൽ തന്നെയാണ്. 2020-ലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കുന്നത്. ഇതിനിടെ അദ്ദേഹം ഹോർട്ടസ് മലബാറിക്കസിന്റെ വിവർത്തനം 2003-ൽ ഇംഗ്ലീഷ് വിവർത്തനവും 2008-ൽ അതിന്റെ മലയാളം വിവർത്തനവും പരിഭാഷയും പ്രസിദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെ അദ്ദേഹം ജോലി ചെയ്തു. ഇതൊരു കേവലം ഹോർട്ടസ് മലബാറിക്കസിനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ പലപ്പോഴും അത് കേവലം ഒരു പരിഭാഷ എന്ന നിലയിൽ പലരും കാണുന്നുണ്ട്. അത് ഒരു പരിഭാഷ മാത്രമല്ല, വിത്ത് അനോട്ടേഷൻസ് ആണ്. ഇതിൽ ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള അനോട്ടേഷൻ, പ്രത്യേകിച്ച് സയന്റിഫിക് നെയിംസിനെ ബൊട്ടാനിക്കലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടുള്ള അനോട്ടേഷനോട് കൂടിയുള്ള ഒരു പരിഭാഷയാണ് ഇത്. ഈ 12 വോളിയും അദ്ദേഹത്തിന്റെ ഏകദേശം 35 വർഷക്കാലം അദ്ദേഹം 64 മുതൽ 99 വരെ ഹോർട്ടസ് മലബാറിക്കസ് മനസ്സിൽ കൊണ്ടു നടന്നു. അതിൽ ഓരോ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ച് അദ്ദേഹത്തിന് ഓരോ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ നോക്കുകയാണ് എത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വളരെ സമയമെടുത്ത് ക്ഷമയോടുകൂടി അന്വേഷണത്തിന്റെ അങ്ങേ അറ്റം വരെ പോയി അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം ഒരു ഹോർട്ടസ് മലബാറിക്കസ് മാത്രം അല്ല, ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും, സസ്യങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ഒരു സൂക്ഷ്മമായ നിരീക്ഷണം നമുക്ക് കാണാം. വളരെ ശാന്തനായി ഇരുന്ന് ചുറ്റുമുള്ള കാര്യങ്ങളെ വീക്ഷിക്കുകയും വളരെ കുറച്ച് മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. ഒരിക്കലും ഒരു വിവാദത്തിന് നിന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു വിവാദം സൃഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ, അദ്ദേഹത്തിന്റെ കരിയർ ഇല്ല എന്ന് തന്നെ പറയാം. സൈലന്റ് വാലിയുടെ പ്രവർത്തനത്തിലായാലും അതിന്റെ അന്വേഷണത്തിലൊക്കെ അങ്ങേയറ്റം അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രൊഫസർ മണിലാലിന് കഴിഞ്ഞു. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പഠന റിപ്പോർട്ട് കൊടുത്തു. അവിടെ സൈലന്റ് വാലിയുടെ സ്പെസിമെൻസ്, ഫ്ലോറ ഓഫ് സൈലന്റ് വാലിയുടെ സ്പെസിമെൻസും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയത്തിൽ ലഭ്യമാണ്.
ഇങ്ങനെ അതീവ ശ്രദ്ധയോടുകൂടിയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നത്. ഇതിൽ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു സംഭാവന ഹോർട്ടസ് മലബാറിക്കസിന്റെ പരിഭാഷ മാത്രമല്ല, അത് പല ഭാഷകളിലൂടെ കടന്നുപോയി. മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു, പോർച്ചുഗീസിൽ എഴുതി, അത് പിന്നെ ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, ലാറ്റിനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നു, ഇംഗ്ലീഷിൽ നിന്ന് അവസാനം മലയാളത്തിലേക്ക് ഏകദേശം 325 വർഷത്തിന് ശേഷം വീണ്ടും അത് നമ്മുടെ പുനരുജ്ജീവിപ്പിച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് തരികയാണ് ചെയ്തത്. അതിന്റെ ധാരാളം വശങ്ങൾ, അതിന്റെ ചരിത്രപരമായ വശങ്ങളും അതൊക്കെ ഡോക്ടർ ഇക്ബാൽ സാർ ഇവിടെ വളരെ വിശദമായി പറഞ്ഞു. അദ്ദേഹം എല്ലാം വിശദീകരിച്ച് അതാത് സമയത്ത് അദ്ദേഹത്തിന്റെ ഗവേഷണ പേപ്പറുകളിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിലും അല്ലാതെയും എപ്പോഴും ഒരു നിഴല് പോലെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജോസ്ന, അതുപോലെ മകൾ അനിത, മറ്റു കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ചെറിയ കാര്യത്തിനും അവർ അങ്ങേയറ്റം ശ്രദ്ധയോടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ദുഃഖാവസ്ഥയിൽ നിന്നും അവർക്ക് ഈ കരകയറുവാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സർ. നമുക്ക് നമ്മളോടൊപ്പം മണിലാൽ സാറുമായിട്ട് അക്കാദമിക ജീവിതത്തിന്റെയും അല്ലാതെയും വിവിധ മേഖലകളിൽ സാറുമായി പ്രവർത്തിച്ച് പരിചയമുള്ള ഒരുപാട് പേർ ഈ ഒരു ഗ്യാതറിങ്ങിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം അതില് ഇപ്പം പ്രദീപ് സാറും ഇക്ബാൽ സാറും സംസാരിച്ചതോടൊപ്പം കൂട്ടിച്ചേർക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വാക്കുകളിൽ കമന്റ് പറയാനോ അല്ലെങ്കിൽ ഒരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതിയാവും. ഇപ്പം നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. രാജശേഖരൻ സാറ്, രാധാകൃഷ്ണൻ സാറുണ്ട്, രമേശ് സാറ്, ജോർജ് തോമസ് സാറുണ്ട്, പ്രമോദ് സാർ, അങ്ങനെ നിരവധി ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ഒരു ചെറിയ വാക്കുകളിലുള്ളൊരു കമന്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാം. ഓരോരുത്തരായിട്ടൊന്ന് ചെയ്താൽ നന്നായിരിക്കും. സാറ്, യഥാർത്ഥത്തില് പ്രദീപ് സാറും ഞാനും ഒരേ സമയത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രദീപ് സാറ് പറഞ്ഞതിൽ കൂടുതലായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. എല്ലാ വശങ്ങളും വിശദമായിട്ട് പ്രദീപ് സാറ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ സാർ. മറ്റാർക്കെങ്കിലും? രമേശ് സാർ. എല്ലാവർക്കും നമസ്കാരം. സാറിന്റെ ഗവേഷണവും സാറിന്റെ സംഭാവനവും സാറിന്റെ വ്യക്തിത്വത്തെ കുറിച്ചെല്ലാം പ്രദീപ് സാർ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. സാറുമായിട്ട് അതുപോലെ തന്നെ വളരെ ദീർഘമായിട്ട് ബന്ധപ്പെടാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അവസരം കിട്ടിയ ഭാഗ്യം കിട്ടിയ ഒരാളെന്നുള്ളതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. അപ്പൊ 1995 ഞാൻ സാറിന് ആദ്യമായി കാണുന്നത്. ഞാൻ ഇവിടെ MSc സ്റ്റുഡൻ്റ് ആയിട്ട് എത്തുമ്പോൾ, അപ്പോൾ 96 ഞങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കൃത്യമായിട്ട് ടോപ്പിക് ഇല്ല. അപ്പൊ സാർ ആ സമയത്ത് വളരെ ഗവേഷണ തിരക്കിലായതുകൊണ്ട് സാറിന് അങ്ങനെ ക്ലാസ്സുകളൊക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയ, എനിക്ക് വളരെ താല്പര്യമുള്ള വിഷയമായിരുന്നു എത്തനോ ബോട്ടണി. അങ്ങനെയാണ് സാറായിരുന്നു അതിന്റെ ഇന്ത്യയിൽ തന്നെ ഡോക്ടർ EK ജാനകിയമ്മളാണ്, അതായത് ഏകദേശം 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതിനെ ബോട്ടണി റിസർച്ച് നടന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഗവേഷണങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോക്ടർ EK ജാനകിയമ്മളുടെ ചില 1954 ചില ഇടപെടലുകളൊക്കെ ഉണ്ടായത്. അപ്പൊ അതിൽ ഇൻസ്പയർ ആയിട്ടാണ് സാറ്, അതായത് വയനാട്ടിലെ പരമ്പരാഗത നെല്ലിനങ്ങളുടെ എത്നോബോട്ടണി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനിടയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതായത് അപ്പൊ സാറിന്റെ ഗവേഷണം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ബൊട്ടാണിസ്റ്റ് ചിന്തിക്കുന്ന രീതിയിലല്ല. സാധാരണ ടാക്സോണമിസ്റ്റ് ആണെങ്കിൽ എക്സ്പ്ലോഷൻ നടത്തും, ഫ്ലോറ പുതിയ സ്പീഷീസ് ആണെങ്കിൽ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷനോ മോണോഗ്രാഫോ ചെയ്യും, അതോടെ കഴിഞ്ഞു. അതിലൊരു എക്സ്പെർട്ട് ആയിട്ട് നിൽക്കും ഏതെങ്കിലും ഫാമിലി, ആരേസിയോ മാൽവേസിയോ അങ്ങനെ ഏതെങ്കിലും സസ്യ കുടുംബത്തിൽ. സാർ അങ്ങനത്തെ ഒരു ഗവേഷകനെ അല്ല. സാറുടെ ഗവേഷണം എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിരുന്നു സാറിന്റെ ഗവേഷണം. ഇപ്പോ സാർ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സാർ ചിന്തിക്കുക. അപ്പൊ അതിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഇതുവരെ അങ്ങനെ പിന്നെ പേപ്പറുകളും ഞാൻ കണ്ടിട്ടേ ഇല്ല. അതായത് നമ്മളുടെ ചില മലബാർ ചില മേഖലകളിലും, അതായത് മറയൂരൊക്കെയുള്ള കൂടക്കല്ല്, സൈലോസൈപ്സ് ആൻഡ് തൊപ്പിക്കല്ല്, കുടക്കല്ല്, അതിലൊക്കെ ഇന്റർപ്രിട്ടേഷൻ ഫോർ ദ കുടക്കല്ല്, അങ്ങനെയുള്ള പേപ്പറുകളൊക്കെ അതിന് ബൊട്ടാണിക്കൽ പോയിന്റ് ഓഫ് വ്യൂ സാറ് പബ്ലിഷ് ചെയ്തു. അത് വളരെ അത് ലോകത്തിൽ തന്നെ അങ്ങനത്തെ വർക്കുകൾ വളരെ വിരളമായിട്ടുള്ളൂ. അതായത് ചില ഡിവൈൻ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള തൂണുകൾ അതിന് ആകൃതിയിലാണ് കുടക്കല്ലുകളും, അതുപോലെ അതിന് അവരുടെ
ഈ മരിച്ചവരുടെ ബിലോങ്ങിങ്സ് ഒക്കെ അതിലേക്ക് വെക്കുന്ന അതിനോട് ആരെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്ത് സാറ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പേപ്പർ അങ്ങനെ സാറായിരുന്നു. ഇപ്പൊ PK ജാനിമാളിന്റെ ഒപ്പം തന്നെ ആ യദുനോ ബോട്ടണി തുടക്കം കുറിച്ചത്. കൂടാതെ അതിലൂടെ SK ജെയിൻ പറഞ്ഞ ഉത്തരേന്ത്യയിലെ രണ്ടുപേരാണ് ഇന്ത്യയിലെ ശരിക്കും യദുനോ ബോട്ടണിന്റെ പയനീർ വർക്ക്. അതിനുശേഷം പിന്നീട് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യും. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് യദുനോ ബോട്ടണി എന്നുള്ള സബ്ജക്ട് ഇൻട്രോഡ്യൂസ് സാറാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് യദുനോ ബോട്ടണിയുടെ ആ ടോപ്പിക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഞാനാണ് ഒരു മീഡിയേറ്റർ ആയിട്ട് കാര്യങ്ങൾ പറയാനും. അപ്പൊ അധികം ലെക്ചർ ഒന്നും സാർ തിരക്കാതുകൊണ്ട് ചെയ്തിട്ടുണ്ടായില്ല. ഒരു 4 or 5 ലീഡ് ലെക്ചർ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയി സ്ലൈഡുകളൊക്കെ ഉപയോഗിച്ച് വളരെ അപൂർവങ്ങളായിട്ടുള്ള സ്ലൈഡുകളും ഫോട്ടോഗ്രാഫ്സാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നു. അതൊക്കെ ഞങ്ങളെ ക്ലാസ് എടുത്ത് വളരെ സൗമ്യനായിരുന്നു സാറ്. അപ്പോൾ അങ്ങനെ അപ്പൊ ആ സബ്ജക്റ്റിലുള്ള ഇഷ്ടം തന്നെയാണ് സാറിലേക്ക് ആകർഷകമായത്. പിന്നീട് ഞാൻ എൻ്റെ PhD ടോപ്പിക്ക് യദുനോ ബോട്ടണി പാലക്കാട് എന്നുള്ള രീതിയിൽ സ്വീകരിക്കാനും സാറിന് അതിൽ കോഗൈഡായിട്ട് എൻ്റെ ഗൈഡ് സാറിന് തന്നെ സ്റ്റുഡൻ്റാണ്. ഞാൻ കേരള വനഗോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വർക്ക് ചെയ്തെങ്കിലും ഗവേഷണം രജിസ്റ്റർ ചെയ്ത് കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ കോഗൈഡായിട്ട് സാറും പിന്നെ കേരള ഫോറസ്റ്റ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ മുകേഷ് കുമാർ ആയിരുന്നു. അത് സാറിന്റെ തന്നെ സ്റ്റുഡന്റ് ആണ്. അപ്പം സാറിന്റെ തന്നെ സ്റ്റുഡന്റും സാറും ഒരുമിച്ച് ഗൈഡ് ചെയ്യാൻ അവസരം കിട്ടിയ അപൂർവ വ്യക്തി എന്ന് വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇനി എനിക്ക് പറയാനുള്ള സാറിന്റെ ഹോർത്തൂസ് മലബാർ ഞങ്ങളുടെ ബാച്ചാണെന്ന് തോന്നുന്നു സാറ് ഏറ്റവും അവസാനം പഠിപ്പിച്ച MSc ബാച്ച്. അതിനുശേഷം സാറ് 99 വരെ ഉണ്ടായിരുന്നെങ്കിൽ 1 വർഷം എക്സ്റ്റൻഷൻ പോലെ ആയിരുന്നു. ആ സമയത്ത് ക്ലാസ്സുകളൊന്നും എടുത്തില്ല. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങളുടെ MSc ബാച്ചിൽ കിട്ടി. അതിനുശേഷം പിന്നെ ഞാൻ സാറായിട്ട് ഈ ഹോർത്തൂസിന്റെ വർക്കിന് അതിന്റെ അവസാന ചില വർക്കുകളും മിനുക്കണികളിലും ഒക്കെ സാറിന്റെ കൂടെ ആഴ്ചകളോളം താമസിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ചില കറക്ഷനും കാര്യങ്ങളും അത് ലേഔട്ടും ഡിസൈനും ഒക്കെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് സാറിന് തൃശ്ശൂരിലുള്ള കേരള വനഗോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരാൾ വഴിയാണ് എല്ലാം ചെയ്തു കൊടുത്തത്. പിന്നെ അതിന്റെ കവർ പേജ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്നു, അതായത് ഡച്ച് ആർട്ടിസ്റ്റുകൾ വരച്ച്. അപ്പൊ ഞാൻ സാറിനോട് സജസ്റ്റ് ചെയ്തു, സാർ അതൊരു എണ്ണച്ചായ നല്ലതായിരിക്കും. അങ്ങനെ വളരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലും വളരെ യുക്തിപരമാണെങ്കിൽ സാർ വളരെ തന്നെ സ്വീകരിക്കും. അങ്ങനെ ഇത്രയും ചുരുങ്ങിയ സമയത്ത് അതിനൊരു പെയിന്ററിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ എനിക്കറിയുന്ന ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം ഒരു അമേച്വർ ആർട്ടിസ്റ്റ് ആണ്, ട്രെയിൻഡ് ഒന്നല്ല, പക്ഷെ നന്നായിട്ട് വരയ്ക്കും. അങ്ങനെ അദ്ദേഹം വളരെ ചുരുങ്ങിയ ഒരു തുകയ്ക്ക് വേണ്ടിയിട്ട്, സാറിന് അത്ര ഫണ്ട് ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അത് എണ്ണച്ചാചിത്രം തയ്യാറാക്കുകയും അതിന്റെ ആ ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് എല്ലാം ചെയ്ത് അങ്ങനെയാണ് ഹോർത്തൂസ് മലബാർ വളരെ നല്ല ഭംഗിയുള്ള ഒരു കവർ ചിത്രം വന്നത്. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് വന്ന ശേഷം പിന്നെയാണ് മലയാളം. പിന്നെ ഇതിന്റെ തർജ്ജമ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ലാറ്റിനിലേക്കുള്ള ഒരു ഇംഗ്ലീഷ് തർജ്ജമ അല്ലെന്ന്. സാധാരണ ലാറ്റിൻ അല്ല. സാർ അതിന് വേണ്ടിയിട്ട് സാറിനോട് പറഞ്ഞ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളോളം സാറ് ഇത് ഓൾഡ് ലാറ്റിൻ വേർഷനാണ്. ഇപ്പോൾ നമ്മളുടെ പല, അതായത് വയസ്സായ നമ്മുടെ പള്ളികളിലേക്കുള്ള അച്ഛന്മാരും അതുപോലെ ആളുകളെയൊക്കെ ബിഷപ്പുമാരെയൊക്കെ സാറ് കണ്ട് ബോംബെ വരെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, അങ്ങനെ പല കോളേജുകളായി ബന്ധപ്പെട്ട് ആലുവ UC കോളേജിൽ ആഴ്ചയോളം സാറ് താമസിച്ചിട്ടുണ്ട്. ഒരു ഫാദറിന്റെ കൂടെ സാറ് പറയാനുണ്ട്. അപ്പൊ അതിന്റെ അന്വേഷണമായിട്ട് സാറ് ആ ഓൾഡ് വേർഷൻ ഓഫ് ലാറ്റിൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പലതും സാറ് തന്നെ പിന്നീട് ലാറ്റിൻ വളരെ ബുദ്ധിമുട്ടി കുറേശ്ശെ പഠിച്ച് സാറ് കുറെ ഭാഗങ്ങൾ ചെയ്തു. ചില ആളുകളെ സഹായിച്ചു. അങ്ങനെയൊക്കെയാണ് അതിന്റെ ചെയ്തത്. പിന്നെ പെട്ടെന്ന് തന്നെ മലയാളം വേർഷൻ വരാൻ വേണ്ടി സാർ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് മലയാളം വേർഷൻ വരികയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് അത് പെട്ടെന്ന് വേണം. അപ്പൊ അങ്ങനെ ഞാനാണ് സാറോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ മലയാളവും സസ്യശാസ്ത്രം അറിയുന്ന നമുക്ക് കുറെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ നമ്മളെ പല സുഹൃത്തുക്കളും ഇപ്പോൾ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞനായിട്ട് വരയ്ക്കുന്ന ഡോക്ടർ സുജന ബാല, ഡോക്ടർ ശ്രീകുമാർ, പിന്നെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒരു ഗവേഷകൻ ഉണ്ടായിരുന്നു, അദ്ദേഹം റിട്ടയറായി. അതുപോലെ ഡോക്ടർ KP രാജേഷ്, അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഡോക്ടർ കിരൺ രാജ്, അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ 12 വോളിയത്തിൽ ഈ 1ഉം 2ഉം വോളിയങ്ങൾ എല്ലാവരും ഗവേഷണ തിരക്കിലായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ മലയാളത്തിൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു തർജ്ജമ തയ്യാറാക്കുകയും അത് സാറ് എല്ലാം ഇരുന്ന് എഡിറ്റ് ചെയ്യുകയും പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പല നിർദ്ദേശങ്ങളും കൊടുക്കാനൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പൊ അതിൽ 7ഉം 8ഉം മലയാള വേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം സാർ അത് ഓവറാൾ എഡിറ്റ് ചെയ്തിട്ടാണ് അതിനുശേഷമാണ് ഒരു പ്യുവർ എഡിറ്റഡ്, അതായത് വളരെ സംശീകരിച്ച ഒരു വേർഷനായിട്ട് 2008 പബ്ലിഷ് ആയത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സാറിന് ഇപ്പോ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞ പോലെ സാറിന്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന്
നമ്മൾ സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ശാസ്ത്ര സ്ഥാപനം അല്ലാതെ ഒരു എല്ലാം ഇതുപോലെ ഒരേ സമയം തന്നെ ഹിസ്റ്ററിയും കൾച്ചറും ശാസ്ത്രവും ബന്ധപ്പെടുത്തി ഗവേഷണം ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സെന്റർ ഫോർ റിസർച്ച് ഇൻ ഇൻഡിജിനസ് നോളജ് സയൻസ് ആൻഡ് കൾച്ചർ എന്ന സ്ഥാപനത്തിന് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടവരിക. 2003 അത് സ്ഥാപിക്കെങ്കിലും അതിനുശേഷം സമഗ്ര എന്നൊരു ജേണലില് കുറച്ച് വോളിയങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് നല്ല അതിലും പോർട്ടൂസിനെ കുറിച്ചുള്ള നല്ല പേപ്പറുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ, സാറിന്റെ ആരോഗ്യ പ്രശ്നം കാരണം അതിന് സാറ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വേണ്ടി സ്ഥലം വരെ വാങ്ങിക്കാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് സാറ് പാലക്കാട് ധോണിയിലൊക്കെ സ്ഥലം നോക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ സാറും ഞാനും പോയിട്ട് അങ്ങനെ പല നല്ല അനുഭവങ്ങളുണ്ട്. പക്ഷെ സാറിന് അനാരോഗ്യം കാരണം ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ അത് പിന്നെ ഉപേക്ഷിക്കുന്നു. പക്ഷെ ഇന്നും അത് സംഘടന നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഉടനീളം ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെ ആയിരുന്നു. അതായത് 98 മുതൽ ഞാനിപ്പോ സൗദി അറേബ്യയിലെ ജസാൻ സർവകലാശാലയിലാണ് പോസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഞാൻ 2009 വിദേശ ജോലി സ്വീകരിച്ചു വിട്ടു. അതുപോലെ നിരന്തരമായി ഫോൺ വിളിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും, അതേപോലെ സാറിനെ ഒരു മാസം മിനിമം ഞാൻ തൃശ്ശൂരായിരുന്നെങ്കിലും പാലക്കാട് നിന്നൊക്കെ നിരന്തരമായി കോഴിക്കോട്ട് യാത്ര ചെയ്താലും എല്ലാം സാറിനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോ സാറിന്റെ സാറിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് എന്തായാലും ഇതുപോലൊരു സസ്യശാസ്ത്രജ്ഞൻ ഇനി ഉണ്ടാവില്ല എന്ന് എല്ലാവരോടും ഞാൻ ഊന്നി പറയുന്നു. നന്ദി, നമസ്കാരം, ഇങ്ങനെ ഒരു അവസരം തന്നതിന്. താങ്ക് യു രമേശ് സാർ. ജോർജ് തോമസ് സാർ. മണിലാൽ സാറുമായിട്ട് എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കൂടി ഉള്ള പരിചയമുണ്ട്. പ്രത്യേകിച്ച് പ്ലാന്റ് ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ബുക്കുകൾ ധാരാളമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫ്ലോറ ഓഫ് സൈലന്റ് വാലി, അതുപോലെ തന്നെ ശിവരാജൻ സാറും അദ്ദേഹം കൂടി എഴുതിയിട്ടുള്ള ഫ്ലോറ ഓഫ് കാലിക്കറ്റ്, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ. പ്രത്യേകിച്ച് എന്നെ ആകർഷിച്ച മറ്റൊരു, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വാൻ റീഡിന്റെയും ഇട്ടിയച്ചതിൻ്റെയും ഒക്കെ ഈ ഹോർട്ടൂസ് മലബാറിക്കൂസ് എന്നുള്ള വളരെ ക്ലാസിക്, അത് ഇപ്പോൾ ഇത്രയും പ്രചാരം വരാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിന്റെ വർക്ക് തന്നെയാണ്. അതിൻ്റെ യാതൊരു സംശയവും. പ്രത്യേകിച്ച് ലിന്നേഴ്സിന് മുമ്പ് എഴുതപ്പെട്ട ആ ഒരു പുസ്തകം നമുക്ക് ഇപ്പോൾ ബുക്ക് ഈ പ്ലാന്റ്സിന്റെ ഒക്കെ പേര് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സയന്റിഫിക് നെയിം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ സയന്റിഫിക് നെയിമേ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആ ബുക്കിൽ നിന്നും ആ പ്ലാന്റിന്റെ അത് പിന്നെ ഐഡന്റിഫൈ ചെയ്ത് സയന്റിഫിക് നെയിം കൊടുത്ത് വരിക എന്നുള്ളത് വളരെ ഒരു എന്താണ് പറയുക, വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ നേട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബയോഡൈവേഴ്സിറ്റിയുള്ളപ്പോൾ ഞങ്ങൾ കൂടുതലും ഈ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു കാര്യം, ഈ പ്ലാന്റ് ടാക്സോണമിസ്റ്റിന്റെ ഒരു അഭാവം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറവ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പ്ലാന്റ് ടാക്സോണമിസ്റ്റിന്റെ ഒരു എന്താണ് പറയുക, കോൺഗ്രസ്സെന്നോ അല്ലെങ്കിൽ സമ്മേളനമോ നടത്താനായിട്ട് സ്പോൺസർ ചെയ്യാം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ച് എൻ്റെ അവിടുത്തെ ടൈം കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അങ്ങനെയുള്ള പരിപാടികൾ ഇനിയും അവരോടൊക്കെ പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാവുന്നേ ഉള്ളൂ. ടാക്സോണമിക്ക്, പ്ലാന്റ് ടാക്സോണമിക്ക് അതിൻ്റെതായ ഒരു ഇടം നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും പ്ലാന്റ് ടാക്സോണമി മാത്രമല്ല, നമുക്ക് മറ്റ് ഈ ആൻജിയോസ്പെമിക് ടാക്സോണമി ആണല്ലോ. അപ്പോൾ മറ്റ് ലോവർ ഓർഗാനിസത്തിന്റെ ടാക്സോണമി നമ്മളെ സംബന്ധിച്ചോളം പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യർ, പ്രൊഫസർ മണിലാലിന്റെ ശിഷ്യർ, അദ്ദേഹം തുടങ്ങി വെച്ച വർക്കുകൾ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഇതേപോലുള്ള ഏതാണ് നിങ്ങൾ തുടങ്ങി വെച്ച റീഡിയ, അതുപോലെ തന്നെ ആൻജിയോസ്പെമിക് ടാക്സോണമിയുടെ അസോസിയേഷൻ, ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യർ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോർജ് തോമസ് സാർ. ടെൻസി ടെറി.
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ചെറിയൊരു ഡൗട്ട് മാത്രമാണുള്ളത്. ഒരു ഡൗട്ടാണ്. ഞാനിത് കേൾക്കുന്ന ആൾ മാത്രം. എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമുള്ള ആളൊന്നുമല്ല. സസ്യശാസ്ത്രത്തെ പറ്റി ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. എനിക്കുള്ളത് പറഞ്ഞാൽ ഈ പുള്ളി കണ്ടെത്തിയ ചെടികളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണോ? പിന്നെ അന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന ചെടി പിന്നെ കണ്ടെത്തിയിട്ടുണ്ടോ? പിന്നെ ഇതൊക്കെ നമുക്ക് എവിടെ, നമുക്ക് എല്ലാം ഒരുമിച്ച് എവിടെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു കുറച്ച് ഡൗട്ടുകൾ മാത്രമേ ഉള്ളൂ. പ്രദീപ് സാർ, അത് സൈലന്റ് വാലിയിൽ നിന്ന് കണ്ടെത്തിയ സ്പെസിമെൻസ്, അതിന്റെയൊക്കെ ടൈപ്പ് സ്പെസിമെൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹെർബേറിയത്തിലുണ്ട്. സൈലന്റ് വാലിയിൽ ഈ സ്പെസിമെൻസ് ഇപ്പോഴും ഉണ്ടാവണം. കാരണം അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് ഒരു കാര്യം പറഞ്ഞത്, ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ. ആ ഒരെണ്ണം എന്ന് പറയുന്നത് 4-ാം വോളിയത്തിൽ പറയുന്ന ചെന്താമി എന്ന് പറയുന്ന ചെടിയാണ്. അത് ലിനേയസ് സ്പീഷീസ് പ്ലാനറത്തിൽ ചെന്താമി എന്താണ് എന്നുള്ളത്, അത് റംഫിയം അംബോയിനൻസ് എന്ന് പറയുന്ന ഒരു ചെടിയായിട്ടാണ് അതിൽ സ്പീഷീസ് പ്ലാന്റാരത്ത് കൊടുത്തിട്ടുള്ളത്. അത് പിന്നീട് മാബറിലെ അത് പന്തം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, കനേറിയം സ്ട്രിക്റ്റം എന്ന ചെടിയായിട്ട് അതിന്റെ സിനോണിമായിട്ട് പ്ലേസ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ആ ഹോർട്ടസ് മലബാറിക്കസിലെ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു ക്ലീറോഡെൻഡ്രത്തിന്റെ സ്പീഷീസ് ആണെന്ന് നമുക്ക് ഫ്ലവറും അതിന്റെ ബാക്കി ഭാഗങ്ങൾ കണ്ടാൽ പറയും. പന്തം അല്ലെങ്കിൽ കനേറിയം സ്ട്രിക്റ്റത്തിന് ഓപ്പോസിറ്റ് ലീഫും ഒക്കെയാണുള്ളത്. അതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല. ഫ്രൂട്ട് ആണെങ്കിൽ ക്ലീറോഡെൻഡ്രത്തിൻ്റെ അല്ല. അപ്പൊ ഡോക്ടർ CR സുരേഷിന്റെ അഭിപ്രായത്തിലും അതൊരു ക്ലീറോഡെൻഡ്രം സ്പീഷീസ് ആകാം. പക്ഷെ അങ്ങനെ ഒരു ക്ലീറോഡെൻഡ്രം നമ്മുടെ ചുറ്റുപാടും എവിടെയും ഇല്ല. ഫ്രൂട്ട് ആണെങ്കിൽ ഒരിക്കലും അതിന് യോജിക്കുന്ന തരത്തിലും അല്ല, 3 കാർപ്പലും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഫിഗറിൽ വന്ന എന്തെങ്കിലും പിശകാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ് വന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. അതിന്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രം, അതിപ്പം ഈ ഇതിലൊക്കെ ഇന്റർപ്രിട്ടേഷനിലൊക്കെ അത് ലിനേയസിന്റെ ആ ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്ത ഈ ഒരു കാര്യത്തിൽ റംഫിയം അംബോയിനൻസിസ് എന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു ചെടി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഒരു സ്പെസിമെൻ നമ്മളെ അക്വേറിയത്തിൽ അങ്ങനെ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ബാക്കി പുതിയ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്തതെല്ലാം രണ്ടാമതും ഒരു പുനരന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകാം. അത് എക്സ്റ്റിങ്ക്റ്റ് ഒന്നും ആയിപ്പോയിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഫർദർ കളക്ഷൻസ് ഒന്നും, പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, ഇങ്ങനെയുള്ള സ്പീഷീസ് ഒന്നും പിന്നീട് ആരും കളക്ട് ചെയ്തിട്ടൊന്നുമില്ല. അതാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സാർ. ഇതില് മലബാർ ഡാഫോഡിൽ ഓർക്കിഡ് എന്ന് പറയുന്നത് സൈലന്റ് വാലിയിൽ നിന്നാണ്. അന്നൊരു 100 ചില്ലാനം ചെടികൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷെ അത് മേപ്പാടിയിലും വെള്ളരിമലയിലും പല സ്ഥലത്തും പിന്നീട് അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്നും ഗ്രാസ് ലാൻഡ്സിലൊക്കെ ഉണ്ട്, അപൂർവമാണെങ്കിൽ പോലും. ഓക്കെ, താങ്ക് യു സാർ. രാജശേഖരൻ സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 83-84 കാലയളവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ മണിലാൽ സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ വളരെ സൗമ്യനും കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയും നല്ല രീതിയിൽ ക്ലാസ് എടുക്കുകയും ചെയ്യുമായിരുന്നു. സാറ് മോർഫോളജി ആയിരുന്നു അന്ന് പഠിപ്പിച്ചിരുന്നു. പിന്നീട് നമ്മൾ വളരെ കാര്യമായിട്ട് നോട്ടീസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ അന്ന് ഈ സൈലന്റ് വാലിയെ കുറിച്ചിട്ടുള്ള ഒരു പഠനം PhD പ്രോജക്റ്റ് ചെയ്യുമായിരുന്നു. അതിൽ 3 പേര്, ഒന്ന് ഈ പ്രദീപ് പറഞ്ഞ പോലെ CR സുരേഷ്, T സാബു, പിന്നെ ഓർക്കിഡിൽ വർക്ക് ചെയ്തിരുന്ന സതീഷ് കുമാർ, ഇവര് 3 പേരും സാറിന്റെ ഗവേഷണ വിദ്യാർത്ഥികളായിട്ട് സൈലന്റ് വാലി പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ്, വർക്കാണ് അവർ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിച്ചിരുന്നു. പിന്നീട് സാറിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് IAAT, അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ്പേം ടാക്സോണമി. അത് ഈ യങ് ടാക്സോണമിസ്റ്റുകൾക്കുള്ള ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ ഞാനും ഒരു മെമ്പറാണ്. അതിന്റെ ആനുവൽ മീറ്റിങ്ങിൽ സാധാരണ പങ്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വളരെ ഭംഗിയായിട്ട് AK പ്രദീപും സാബു, പ്രൊഫസർ M സാബുക്കെ അതിനെ വളരെ താല്പര്യമെടുത്ത് അതിനെ നല്ല രീതിയിൽ 10-25 കൊല്ലം അത് ഇപ്പോൾ സിൽവർ ജൂബിലി കഴിഞ്ഞു.
അത് ഇവിടെ ഇന്ത്യയിൽ ആൻജിയോസ്പേം ടാക്സോണമി വളരുന്നതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചു. അതിന്റെ ജേർണലായ റീഡിയും വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഈ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഹോർട്ടസ് മലബാറിക്കസിന്റെ പഠനം തന്നെയാണ്. പക്ഷെ നേരത്തെ ഇക്ബാൽ സാർ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് നമ്മൾ വി ആർ സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ. ഇതിൽ നിന്ന് നമുക്ക് ഗോൾഡ് എടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് ആവശ്യമാണ്. ഇക്ബാൽ സാർ പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ അത് ഒരു പ്രോജക്റ്റായിട്ട് ഇനിയും വരാനിരിക്കുന്നുള്ളൂ. അത് വന്നു കഴിഞ്ഞാലാണ് ഇതിന് വേറൊരു ഈ പഠനത്തിന് വേറൊരു ഡയമെൻഷൻ വരിക. ഇത്രയും സഹനശക്തിയോടുകൂടി ഈ രീതിയിലുള്ള ഒരു പഠനം നടത്തി അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രസിദ്ധീകരിക്കും, അതിന് ഒരു ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒരു വലിയൊരു കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സംഭാവനയായിട്ട് മാറുകയാണ് ചെയ്തത്. അതിന് സാറ് വഹിച്ച ഒരു പങ്ക് വളരെ പ്രധാനമാണ്. അത് വേണ്ട രീതിയിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് എനിക്ക് സംശയം തോന്നുന്നു. കാരണം ഇതിന് സാറെടുത്തുള്ള അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ സാറിന് ആദരം കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഡ്രഗ് ഡിസ്കവറിയിലോട്ട് മാറണം. അത് സാധിക്കും. അതിന് സാറിന്റെ ശിഷ്യന്മാർ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലോട് സാറിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സാർ. തോമസ് ഏലിയാസ് സാർ. ഞാൻ ഏലിയാസ് ആണ്, അങ്കമാലിയിൽ നിന്ന്. ഞാൻ പരിഷത്തിന്റെ പ്രവർത്തകനാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചുള്ള അതാണ് കൂടുതൽ എനിക്കുള്ളത്. കുറെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എനിക്ക് ഒരു ചെറിയ കമന്റ് ആണ്, അദ്ദേഹത്തോടെ എല്ലാ ആദരവോടും പറയുകയാണ്. ഈ പുസ്തകത്തിന് യഥാർത്ഥ പങ്ക് വഹിച്ച ഈ മത്തേസ് പാതിരിയെ ഇവർ വിസ്മരിച്ചിരിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ നേരത്തെ സാറിനോടൊന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ വീണ്ടും പറയാണ്. മത്തേസ് പാതിരിയെ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ ഇതിനകത്ത് വിസ്മരിച്ചിരിക്കുകയാണ്. അതുപോലെ 6.5 വാല്യം ഇതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു ഫാദറുണ്ട്, ആന്റണി മുക്കത്ത്. അതുപോലെ ഇതിന് ആദ്യം എല്ലാം സപ്പോർട്ട് ചെയ്ത ബിഷപ്പ് പട്രോണി കോഴിക്കോടിൽ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ മറന്നിരിക്കുന്നത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിനകത്ത് ആരെല്ലാം സഹായിച്ചോ അവരെയൊക്കെ സ്മരിക്കണ്ടേ. അപ്പൊ മണിലാൽ സാറിനെ സ്മരിക്കുന്നതോടുകൂടി ഇതിന്റെ പരിശ്രമത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു അവരെയൊക്കെ സ്മരിക്കണം എന്ന് മാത്രമാണ് എന്റെ കമന്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് ഗോവിന്ദ് സുനിൽ. സാറേ, എനിക്ക് അറിയേണ്ടത് നമുക്കിപ്പോൾ ഇതിന്റെ എഡിഷൻ വിൽപ്പനയ്ക്കുണ്ടോ? അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഇക്ബാൽ സാർ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേരള സർവകലാശാലയുടെ അതിലെ മലയാളം കോപ്പികൾ ലഭ്യമാണ്. സർവകലാശാലയുടെ പ്രസിദ്ധീകരണ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. അത് നമ്മുടെ അയ്യങ്കാളി ഹാളിന് നേരെ എതിർവശത്താണ്. അവിടെ ചെന്നാൽ കിട്ടും. ഇംഗ്ലീഷ് വളരെ കുറച്ച് കോപ്പികളേ ഉള്ളൂ, പിന്നീട് പ്രിന്റ് ചെയ്തിട്ടില്ല. നമ്മളന്ന് 400 സാർ വില എന്ത് വരുമായിരുന്നു സാറേ അതിന്? അത് നമ്മുടെ ഇംഗ്ലീഷ് 20,000 മുഖവിലയിൽ പിന്നെ 15,000 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. എന്റെ ഓർമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു മലയാളം 7,500 രൂപയ്ക്ക് മറ്റും കിട്ടും. സബ്സിഡൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവർ 5,000 രൂപയ്ക്ക്. ഡോക്ടർ സുരേഷ്, ഒരു മിനിറ്റ്. നമ്മുടെ ശ്രീ തോമസ് ഏലിയാസിന്റെ പറഞ്ഞതിന് എന്നോട് സാറ് പറഞ്ഞ അനുഭവങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കട്ടെ. യെസ് സാർ, യെസ് പ്ലീസ്. അതിന് നമുക്കൊരു കമന്റ് ഉണ്ടായിരുന്നില്ല, അപ്പം അത് തീർച്ചയായും രമേശ് സാർ പ്ലീസ്. ഓക്കെ, അതായത് ഇതിന്റെ തുടക്കത്തില് മത്തേവീസ് പാതിരിയെ സമീപിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകളും അദ്ദേഹം തയ്യാറാക്കി വളരെ അശ്രദ്ധമായിട്ട് അദ്ദേഹം ചിത്രങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തൃപ്തിയില്ലാതെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉപേക്ഷിച്ചിട്ട് വീണ്ടും വേറെ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടാണ് മത്തേവീസ് പാതിരിയുടെ ചിലതിൽ ആ ഹോർത്തൂസിന്റെ മലബാർക്കസിന്റെ ആ എഡിഷനിൽ ഉൾപ്പെടുത്തായിരുന്നത്. പിന്നീട് ഫാദർ ആന്റണി മുക്കത്ത്, അതുപോലെ അതില് അദ്ദേഹത്തിനെ സഹായിച്ച എല്ലാവരും വളരെ വിശദമായ ആമുഖത്തിൽ പരാമർശിക്കുകയും അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ വിശദമായിട്ട്. അപ്പൊ അദ്ദേഹം അതിന്റെ ആമുഖവും ബാക്കിയുള്ള ആദ്യ 1-ാം വെള്ളത്തിലുള്ള അക്നോളജ്മെന്റും എല്ലാം വായിക്കണം. അപ്പൊ അതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തേവൂസ് പാതിരിന്റെ കാര്യങ്ങളും സാറ് അതിന് അനുബന്ധമായിട്ട് 2-3 പുസ്തകങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ
മാതൃഭൂമി പബ്ലിഷ് ചെയ്ത ആന്റണി എന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതൊക്കെ ആ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് പറയാനുള്ളത്. നന്ദി. അതില് ഒരു കാര്യം കൂടി പറയാം. ഫാദർ ആന്റണി മുക്കത്തിന്റെ പേരിൽ പ്രൊഫസർ മണിലാൽ സാറ് IIT ഒരു അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായിട്ടും കൂടി ഞാൻ പറയട്ടെ. അതെ അതെ, ഫാദർ ആന്റണി മുക്കത്ത് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അത് മണിലാൽ സാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത അവാർഡാണ്. മറ്റ് കമന്റുകളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏകദേശം സമയമായി. നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ഒരു ഫോർമൽ വോട്ട് ഓഫ് താങ്ക്സ് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ആദ്യമായിട്ട് ഈ പരിപാടിയിലേക്ക് ലൂക്കയുടെ ഈ ഒരു മണിലാൽ സാർ അനുസ്മരണ പരിപാടിയിലേക്ക് അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ്, ലൂക്ക എഡിറ്റോറിയൽ ബോർഡ് അംഗവും പരിഷത്തിന്റെ മുൻ പ്രസിഡന്റും കേരള സർവകലാശാലയുടെ മുൻ VC ഒക്കെ ആയിട്ടുള്ള ഇക്ബാൽ സാറിനോട് നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. ഇക്ബാൽ സാർ വളരെ നന്ദി. അത് കഴിഞ്ഞ് AK പ്രദീപ് സാറ് മണിലാൽ സാറിന്റെ ശിഷ്യനും ദീർഘകാലം അദ്ദേഹവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിരിക്കുകയും സാറുമായിട്ട് ഒരുപാട് ഓർമ്മകൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്രദീപ് സാർ, സാറിന് ലൂക്കയുടെ എഡിറ്റോറിയൽ അംഗങ്ങളുടെ പേരിലും ലൂക്ക പോർട്ടലിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. ഒപ്പം ഇവിടെ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന് സാറുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ച്ചിട്ടുള്ള നമ്മുടെ ജോർജ് തോമസ് സാർ, അതുപോലെ രമേശ് സാർ വളരെ വൈകാരികമായി സാറുമായിട്ടുള്ള ദീർഘകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ രാധാകൃഷ്ണൻ സാർ, രാജശേഖരൻ സാറ് സാറുമായിട്ട് ദീർഘകാലം ഉള്ള അനുഭവം ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. ബാക്കി ചോദ്യങ്ങൾ ചോദിക്കുകയും ഇതോടൊപ്പം കൂടിച്ചേർന്നിട്ടുള്ള ബാക്കി എല്ലാ ഓൺലൈനായിട്ട് നമ്മളോടൊപ്പം കൂടിച്ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും ഇതുമായി താല്പര്യമുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തുന്നു. താങ്ക് യു.